നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ PSG നീണ്ടകാലം കളിച്ചു. UEFA ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം റയലിലേക്ക് പോയ പാടെ PSG കിരീടം ചൂടി UCL. അദ്ദേഹത്തിന് റയലിനൊപ്പം കിരീടം കിട്ടിയതുമില്ല. ഖേദമുണ്ടോ, ദുഃഖമുണ്ടോ, സങ്കടമുണ്ടോ PSG അങ്ങനെ വിട്ടുപോകുന്നതിൽ? PSG തൊട്ടു പിന്നാലെ കിരീടം ചൂടിയതിൽ ദുഃഖമുണ്ടോ? ചോദ്യം എംബാപ്പയോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം ദി ബ്രിഡ്ജ് പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ goal.com റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹം അതിന് പറയുന്ന മറുപടി, ഞാൻ PSG നിന്ന് നേരത്തെ പോയിരുന്നെങ്കിൽ, അതായത് കഴിഞ്ഞ സീസണിൽ അതിനു മുമ്പേ പോയിരുന്നെങ്കിൽ, എന്നിട്ട് അവർ വിജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചെറിയ സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടായേനെ. പക്ഷേ ഇപ്പോൾ ഞാൻ ടീം വിട്ട സമയത്ത് ഞാൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിരുന്നു എൻഡ് ഓഫ് ദി സ്റ്റോറി എന്ന്. കഴിഞ്ഞു, കുറേ കാലമായില്ലേ, 7 വർഷക്കാലം ഞാൻ അവിടെ കളിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മതിയായി, എൻഡ് എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ വിട്ടത്. അപ്പോൾ ആ 7 കൊല്ലക്കാലം ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ തുടരുന്നതിൽ ഒരു തരത്തിലുള്ള ന്യായീകരണവും ഉണ്ടായിരുന്നില്ല, നീതീകരണവുമില്ല. അവിടെ തന്നെ ഇങ്ങനെ തുടരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. അപ്പോൾ പിന്നെ വേറെ ദുഃഖത്തിനും സങ്കടത്തിനും കാര്യമില്ല. ഞാൻ അവിടെ കളിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ക്വാർട്ടർ ഫൈനൽസിലെത്തിയിരുന്നു, സെമി ഫൈനൽസിലെത്തിയിട്ടുണ്ട്, ഫൈനൽ തന്നെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സീസണിൽ ഞങ്ങൾ ഡോട്ട്മുണ്ടിനെതിരെ കളിച്ചു, പക്ഷേ ഞങ്ങൾ തോറ്റു. പക്ഷേ ആ ഒരു മത്സരം ഇപ്പോൾ ഞാൻ 500 തവണ കളിച്ചിരുന്നെങ്കിൽ 499 തവണയും വിജയിക്കേണ്ട ഒരു മത്സരമാണ്. പക്ഷേ ആ കളി ഞങ്ങൾ തോറ്റു എന്ന് മാത്രം. അപ്പോൾ എനിക്കേതായാലും അവിടെ വിട്ടു പോകുന്നതിലും അവർ കിരീടം ചൂടിയതിലും സങ്കടമൊന്നുമില്ല എന്നാണ് എംബാപ്പെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ, ലൂയിസ് എൻട്രിക്കയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? നമുക്കറിയാലോ, ആ ഒരു സീസണിൽ എൻട്രിക്കയുടെ കീഴിൽ അവിടെ എംബാപ്പെ ഉണ്ടായിരുന്നു, പക്ഷേ അത്ര നല്ല ബന്ധമായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, ലൂയിസ് എൻട്രിക്കെ വളരെ മികച്ച കോച്ചാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ വളരെ ഫ്രാങ്ക്ലി തുറന്നു പറയുന്ന ആളാണ്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തോടൊപ്പമുള്ള എൻ്റെ വർഷമെന്ന് പറഞ്ഞാൽ PSG എൻ്റെ അവസാന വർഷമായിപ്പോയി. എൻ്റെ ലാസ്റ്റ് സീസണാണ്. അതൊരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു, ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു റൈഡ്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പമുള്ള വർക്ക് എനിക്ക് നല്ല രൂപത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യ മന്തിൽ തീർച്ചയായിട്ടും എനിക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഞാൻ ഒരു തീരുമാനമെടുത്തു, ക്ലബ്ബ് വിട്ട് സീസൺ അവസാനം പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ലീഗിൽ അവസാനത്തെ 4 മാസക്കാലം ഞാൻ അധികം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരു ഫുട്ബോൾ ഫാൻ എന്ന രൂപത്തിൽ എൻജോയ് ചെയ്യുകയാണ്. ഒരു ടാക്റ്റിക്കൽ പെർസ്പെക്റ്റീവിൽ കാര്യമെടുത്ത് ഞാനപ്പോൾ എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഗെയിമിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ആ സമയത്ത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. അദ്ദേഹം ഗ്രേറ്റ് നോളജുള്ള, ഫുട്ബോളിനെ കുറിച്ച് വലിയ വിവരമൊക്കെ ഉള്ളൊരു കോച്ചാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എംബാപ്പെ ശരിക്കും പറഞ്ഞാൽ അവസാനം അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തുകയും മറ്റുമൊക്കെയാണ് ലൂയിസ് എൻട്രിക്കെ ചെയ്തത്. അതിനോടാണ് ഈ പ്രതികരിച്ചിരിക്കുന്നത്. അവസാന 4 മാസക്കാലമൊക്കെ ഞാൻ അധികം കളിച്ചിട്ടൊന്നുമില്ല, അതത്ര നല്ല സിറ്റുവേഷനൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡോൾസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി നോക്കുക. എൻ്റെ ആദ്യത്തെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ സിനദിൻ സിദാനാണ്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു. ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ പറഞ്ഞാൽ, ക്രിസ്ത്യാനോ എല്ലാം ചെയ്യാൻ കഴിയും എന്ന്, പോസിബിൾ ആണ് എന്ന് കാണിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം മികച്ചൊരു സ്ട്രൈക്കറായി മാറിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും അത് ഏറ്റവും ഗുഡായിട്ട് ചെയ്യാൻ കഴിയുന്നയാളാണ് എന്നുകൂടി ഇപ്പോൾ എംബാപ്പെ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.